മലപ്പുറം കാളികാവ് അടയ്ക്കാക്കുണ്ടിൽ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയെ കടുവ കടിച്ചുകൊന്നു. കല്ലാമൂല സ്വദേശി ഗഫൂറാണ് റബ്ബർ ടാപ്പിംഗിനിടെ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം വേണമെന്നും ഗഫൂറിന്റെ കുടുംബത്തെ സർക്കാർ സഹായിക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ DFO അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരെ തടഞ്ഞുവെച്ചു. നമുക്ക് മിനിസ്റ്റർ വിളിക്കാം. മന്ത്രി MLA AP അനിൽകുമാറിന്റെ സാന്നിധ്യത്തിൽ ഉറപ്പുകൾ എഴുതി നൽകിയ ശേഷമാണ് മൃതദേഹം വിട്ടു നൽകാൻ ജനങ്ങൾ തീരുമാനിച്ചത്. കുടുംബത്തിന്റെ പ്രയാസങ്ങളൊക്കെ അകറ്റാൻ വേണ്ടി ഞങ്ങളൊരു പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ ടാപ്പിംഗ് തൊഴിലാളിയായ ഗഫൂറാണ്. ഇന്ന് അദ്ദേഹം പുലർച്ചെ ജോലിക്ക് വേണ്ടി പോകുന്നു. അവിടെ വെച്ചാണ് ഇത്ര ദാരുണമായ സംഭവം ഉണ്ടായത്. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇങ്ങനെ ഒരു സംഭവം നടക്കേണ്ടി വന്നു, അതിന് കാത്തിരിക്കേണ്ടി വന്നു. ഇതിനു മുമ്പ് ഒരു സഹപ്രവർത്തകന്റെ 5ഓളം ആടുകൾ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ട്, ഒരു പട്ടിയെ കൊണ്ടുപോയിട്ടുണ്ട്. പട്ടിനെ കൊണ്ടുപോയി. ഞാൻ പറഞ്ഞു, ഇവിടെ അധികൃതരോട് പറഞ്ഞു തെളിവ് വേണം. പിന്നെ അധികൃതരോട് പഞ്ചായത്ത് പറയുമ്പോൾ അവരും തന്നെ ഇത് ഞങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നല്ലാതെ തീരുമാനം എടുക്കാൻ ചോദിക്കുന്നത് നമുക്ക് തെളിവ് കൊടുക്കണം. ഒരു പട്ടിനെ കൊണ്ടുപോയ തെളിവ് കൊടുക്കണം. എന്ത് തെളിവാ ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ കൊണ്ടുപോയത്? എന്ത് തെളിവാ നമുക്ക് കൊടുക്കാൻ കഴിയാ? പിടിക്കുന്ന തെളിവാണ് ഇത്ര കൂട് വെക്കണമെങ്കിൽ. ഇതൊക്കെ ഇപ്പൊ എങ്ങനെ തെളിവ് കൊടുക്കാൻ കഴിയും? നമുക്ക് ആളെ പിടിക്കുമ്പോൾ തെളിവുണ്ട്. ഈ സ്പോട്ടിൽ വെച്ച് ഞങ്ങളോട് എല്ലാവിധ കാര്യങ്ങളും ചെയ്തു തരാന്ന് പറഞ്ഞ അധികാരികൾ, ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇവിടുന്ന് ഈ ബോഡി കൊണ്ടുപോകും. അതിനുശേഷം ഈ ബോർഡ് കൊണ്ടുപോയി കഴിഞ്ഞാൽ യാതൊരുവിധ കുടുംബത്തിന്റെ പ്രയാസങ്ങൾ അകറ്റാനോ ആ കുടുംബത്തിന്റെ ബുദ്ധിമുട്ടുകൾ അകറ്റാനോ അധികാരി വർഗ്ഗങ്ങൾ ആരും തിരിഞ്ഞു നോക്കാറില്ല. ഞങ്ങൾക്ക് അനുഭവം കൊണ്ട് പറയാം. ഞങ്ങൾ പ്രിയപ്പെട്ട ഒരു സഹപ്രവർത്തകൻ മമ്പാട് രാജൻ എന്നൊരു സഹപ്രവർത്തകൻ ജോലിക്ക് പോകുന്ന സമയത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ അദ്ദേഹത്തിന് ജീവൻ നഷ്ടപ്പെട്ടു. ആ ജീവൻ നഷ്ടപ്പെട്ട സമയത്ത് 5 ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരം കൊടുത്തത്. 5ഉം 10ഉം കിട്ടിയ ഒരു കുടുംബത്തിന്റെ പ്രയാസം തീരോ? ബാക്കി 5 ഇന്നേ വരെ കൊടുത്തിട്ടില്ല. അതും ഞങ്ങൾ തൊഴിലാളികൾ പ്രതിഷേധം നടത്തിയതിന്റെ ഭാഗമായി ഒരു കാരണവശാലും ഇത്തരത്തിൽ ഇത് മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല. മൃതദേഹം ഇവിടുത്തെ കൊണ്ടുപോകണം എന്നാണ് നിങ്ങൾ ഉന്നയിക്കുന്നത്? മൃതദേഹം കൊണ്ടുപോകണം. ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, ഈ പ്രദേശത്തുള്ള ആളുകൾക്ക്, ഞങ്ങൾ ടാപ്പിംഗ് തൊഴിലാളികൾക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഉറപ്പു തരണം. കടുവയെ പിടികൂടാൻ നടപടി തുടങ്ങിയതായി വനമന്ത്രി AK ശശീന്ദ്രൻ വ്യക്തമാക്കി. കടുവയെ വെടിവെച്ച് പിടികൂടും. മുത്തങ്ങയിൽ നിന്നും കുങ്കിയാനകളെത്തും. പ്രദേശത്ത് ജാഗ്രത പാലിക്കാനും തുടർ നടപടികൾ സ്വീകരിക്കാനും വനവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായും മന്ത്രി വ്യക്തമാക്കി. അവർക്കുള്ള സഹായധനം കഴിയുന്നതും ഇന്ന് തന്നെ എത്തിക്കാനും, ഇല്ലെങ്കിൽ നാളെ തന്നെ. കാരണം ഇന്നിപ്പോൾ ഇവരെല്ലാം ഉദ്യോഗസ്ഥന്മാരൊക്കെ അവിടെ ആയതുകൊണ്ട് ഓഫീസിൽ കൊടുക്കണമെങ്കിൽ ബാങ്ക് അക്കൗണ്ടിലേക്കാണല്ലോ കൊടുക്കാൻ കഴിയുക. അത് ചെയ്യുന്ന നടപടി സ്വീകരിച്ചിട്ടുണ്ട്. മറ്റ് സംസ്കാര ചടങ്ങുകൾക്കുള്ള സഹായവും ചെയ്യാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട്. CV അനുമോദ് വിവരങ്ങൾ പങ്കുവെക്കും. അനുമോദ്, മന്ത്രിയുടെ പ്രസ്താവനയാണ് ഏറ്റവും ഒടുവിൽ വന്നത്. അതിൽ പറയുന്നത് കടുവയെ വെടിവെച്ച് പിടികൂടും എന്നുള്ളതാണ്. ഈ പ്രദേശം, ഈ കടുവയുടെ ആക്രമണം സ്ഥിരമായുള്ള ഒരു പ്രദേശമാണോ? മറ്റെന്തൊക്കെ വിവരങ്ങളാണ്? നാട്ടുകാരുടെ പ്രശ്നം അല്ലെങ്കിൽ രോഷം ഇപ്പോൾ എന്തെങ്കിലും തരത്തിൽ അവർക്കൊരു പരിഹാരം ഏതെങ്കിലും തരത്തിൽ നൽകുന്നുണ്ടോ? രഞ്ജിത്ത്, ഈ വിഷയത്തിൽ സാധ്യമായതെല്ലാം ചെയ്യുമെന്നാണ് വനംവകുപ്പ് പറയുന്നത്. അല്പസമയത്തിനകം തന്നെ, ഇന്ന് വൈകുന്നേരം തന്നെ ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ എത്തി ആ കുങ്കിയാനകളുടെ കൂടി സഹായത്തോടെ ഈ മേഖലയിൽ കടുവയെ പിടികൂടാനുള്ള നടപടികൾക്ക് തുടക്കമിടും. നമുക്കറിയാം, ഇത് സൈലന്റ് വാലിയുടെ മറുവശത്തുള്ള ഒരു പ്രദേശമാണ്. അതായത് സംരക്ഷിത വനമേഖലയുടെ ഭാഗമായി നിൽക്കുന്ന മലനിരകളുടെ കുറച്ചടുത്തുള്ള മേഖലയാണ്. നിലമ്പൂർ മലനിരകളുടെ ഭാഗമാണ് ഈ കാളികാവ് അടയ്ക്കാക്കുണ്ട് മേഖലകൾ. അവിടെ മുൻപും ഈ കടുവയടക്കമുള്ള വന്യജീവികളുടെ സാന്നിധ്യം കണ്ടിട്ടുണ്ട്. അന്നൊക്കെ പ്രദേശവാസികൾ പരാതികളുമായി സമീപിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ ഈ പ്രശ്നത്തിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ദുഃഖകരമായ വസ്തുത. അതിനിന്നിപ്പോൾ ഒരു ടാപ്പിംഗ് തൊഴിലാളിയുടെ ജീവൻ നഷ്ടപ്പെടേണ്ട സാഹചര്യം വരെ അത് തീർത്തിരിക്കുന്നു. വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉയർന്നിരുന്നു. മൃതദേഹവുമായിട്ട് ആംബുലൻസ് കടത്തിവിടാൻ പ്രദേശവാസികൾ തയ്യാറായിരുന്നില്ല. ഒടുവിൽ നാട്ടുകാർ ഈ പ്രതിഷേധം ശ്രമിച്ചത് തന്നെ MLAയുടെ സാന്നിധ്യത്തിൽ വനം വകുപ്പ് നൽകിയ ചില ഉറപ്പുകൾ പരിഗണിച്ചാണ്. 10 ലക്ഷം രൂപ കുടുംബത്തിന് സഹായത്തിന് പുറമെ
ദുരിതാശ്വാസ നിധിയിൽ നിന്നും കൂടി പണം ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കും. അതുപോലെ കുടുംബത്തിൽ ഈ ഗഫൂറിൻ്റെ കുടുംബത്തിലെ ആളുകൾക്ക് അർഹമായ രീതിയിൽ ഒരു ജോലി നൽകാനുള്ള നടപടി സ്വീകരിക്കും. നിലവിൽ താൽക്കാലിക ജോലിക്ക് ഇവിടുന്ന് വനംവകുപ്പ് ശുപാർശ ചെയ്തിട്ടുണ്ട്. അത് സ്ഥിരമാക്കാനുള്ള നടപടികൾ ആലോചിക്കും. അതോടൊപ്പം തന്നെ കടുവയെ പിടികൂടാനുള്ള നടപടികൾ, അതിൽ ഏറ്റവും പ്രധാനം അരുൺ ശക്കരയുടെ നേതൃത്വത്തിൽ നടക്കുന്ന നടപടികളായിരിക്കും. ഇത് അത്ര എളുപ്പത്തിൽ നടക്കുന്ന ഒരു ഉദ്യമമല്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഈ ഒരു നേരത്തെ പറഞ്ഞ നിലമ്പൂർ മലനിരകളുടെ ഭാഗമാണ്, പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമാണ്. വളരെ ചെങ്കുത്തായ മലമ്പ്രദേശങ്ങളാണ്, കാടും പാറക്കെട്ടുകളൊക്കെ ഉള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഈ കടുവയ്ക്ക് ഒളിച്ചു നിൽക്കാനോ അല്ലെങ്കിൽ കടുവയ്ക്ക് സഞ്ചരിക്കാനൊക്കെ ഇഷ്ടംപോലെ മേഖലയുണ്ട്. അത്തരത്തിലുള്ള പ്രദേശവുമാണ്, കൊടും വനമാണ് ഇതിനപ്പുറത്തുള്ളത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ കടുവയെ പിടികൂടുക അല്ലെങ്കിൽ കടുവയെ മയക്കുവെടിവെക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് നമുക്കറിയാം. പക്ഷേ ജനവാസ മേഖലയിൽ ഇത്തരത്തിൽ കടുവ ഇറങ്ങുന്ന ഒരു സംഭവം ഇനി ആവർത്തിക്കരുത് എന്ന ജനങ്ങളുടെ ആ ഒരു ആവശ്യം അത് സർക്കാരിന് കേൾക്കാതിരിക്കാനാകില്ല എന്നതുകൊണ്ടാണ് സാധ്യമായ എല്ലാ നടപടികൾക്കും ഇവിടെ തുടക്കമിടുന്നത്. കടുവയെ മയക്കുവെടി വെച്ച് കൊണ്ടുപോവുകയല്ല, കൊല്ലുകയാണ് വേണ്ടെന്ന തരത്തിൽ വൈകാരികമായിട്ടുള്ള പ്രതികരണങ്ങളാണ് മേഖലയിൽ നിന്നും പ്രദേശവാസികളിൽ നിന്നൊക്കെ ഉയരുന്നത്. അപ്പോൾ അത് ആ കാര്യത്തിൽ ഈ മേഖലയുടെ ജനങ്ങളുടെ അവർക്കുണ്ടായ നഷ്ടം കൂടി കണക്കിലെടുത്ത് അതിന് ആവശ്യമായ എല്ലാ നടപടികളും ഉണ്ടാകുമെന്ന് വനംവകുപ്പ് ഉറപ്പ് നൽകുന്നു. അതിൻ്റെ നടപടികളാണ് പുരോഗമിക്കുന്നത്. വൈകുന്നേരത്തോടെ ഇപ്പോൾ CCF അടക്കമുള്ള വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ നിലമ്പൂരിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. വൈകുന്നേരത്തോടെ ആയിരിക്കും ഈ കടുവയെ പിടികൂടുന്ന നടപടികൾക്ക് തുടക്കമാവുക എന്നാണ് പറയാൻ സാധിക്കുക. പക്ഷേ കാലാവസ്ഥ അത്ര അനുകൂലമല്ല. ഇതൊരു മലമേഖലയായതുകൊണ്ട് നിലമ്പൂരിൽ എപ്പോൾ വേണമെങ്കിലും കനത്ത മഴയ്ക്ക് സാധ്യതയുള്ള ഒരു പ്രദേശമാണ്. മാത്രമല്ല ഇത് മലയോട് ചേർന്നുള്ള പ്രദേശം കൂടിയാണ്. അപ്പോൾ മഴ മേഘങ്ങൾ മൂടി നിൽക്കുന്നുണ്ട്. ഈ കാലാവസ്ഥ ഇന്നത്തെ മിഷന് എത്രമാത്രം അനുയോജ്യമാകുമെന്നൊക്കെ നമുക്ക് വരും മണിക്കൂറുകൾ മാത്രമേ പറയാനാവുകയുള്ളൂ. എന്താണെങ്കിലും ഈ നാട്ടുകാർ ഉന്നയിച്ച പ്രശ്നത്തിന് അതിന് സാധ്യമായ രീതിയിൽ ഒരു പരിഹാരം കണ്ടെത്താനുള്ള നടപടികൾ എടുക്കുന്നു എന്ന് വനംവകുപ്പ് ബോധ്യപ്പെടുത്താൻ കൂടി ശ്രമിക്കുകയാണ് ഇവിടെ. അത്തരത്തിലാണ് കാര്യങ്ങൾ. ഏതായാലും ഈ നേരത്തെ 4-5 ആടുകളെ കടിച്ചു കൊന്നിട്ടുണ്ട് കടുവ, നായ്ക്കളെ കടിച്ചു കൊന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നമുള്ള സ്ഥലമാണ്. നമുക്കറിയാം നമ്മുടെ വനമേഖലകളിൽ, നമ്മുടെ മലയോര മേഖലകളിലൊക്കെ സ്ഥിരമായി സംഭവിക്കുന്ന ഒരു വിഷയം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കുങ്കിയാലടക്കം അവിടെ എത്തുമെന്നാണ് വനമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. MLA ഒക്കെ വന്നാണ് നാട്ടുകാരെ അനുനയപ്പെടുത്തിയതും മറ്റും. ഇനിയും ഉള്ള സ്വീകരിക്കാൻ പോകുന്ന നടപടികൾ എത്രയും പെട്ടെന്നുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണോ നാട്ടുകാരുള്ളത്? അനുമോദ്, തീർച്ചയായും നാട്ടുകാരെ സംബന്ധിച്ച് ഇതിന് വൈകിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് പറയുന്നത്. മുൻപ് 3 മാസം മുൻപ് ഈ ഒരു മേഖലയ്ക്ക് അടുത്ത് കേരള എസ്റ്റേറ്റ് ഇതിനടുത്തുള്ള പ്രദേശത്ത് ഈ കടുവയെ കണ്ടിരുന്നു. കടുവയെ കണ്ടപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. അന്ന് വനം വകുപ്പ് സ്ഥലം സന്ദർശിച്ച് മടങ്ങിപ്പോവുക മാത്രമാണ് ചെയ്തതെന്നാണ് പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം. അന്ന് ആ മേഖലയിൽ ഒരു കൂട് വയ്ക്കാനോ അല്ലെങ്കിൽ അതിനെ പിടികൂടാനോ നടപടികൾ സ്വീകരിച്ചില്ല എന്ന ഗുരുതരമായൊരു പരാതിയാണ്, ആക്ഷേപമാണ് ഉന്നയിക്കുന്നത്. അന്ന് അത് ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്നത്തെ ഈ ഒരു സംഭവം ഒഴിവാക്കാമായിരുന്നു എന്ന് അവർ പറയുന്നു. അപ്പോൾ ഇവിടെ വെല്ലുവിളികൾ ഒട്ടനേകമുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഒന്ന്, ഈ ഒരു മേഖലയിൽ ടെറൈൻ, അതിൻ്റെ ജോഗ്രഫിക്കൽ ആയിട്ടുള്ള പ്രത്യേകതകളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായിട്ടുള്ള സൈലന്റ് വാലി മലനിരകളുടെ മറുവശമാണ്, പടിഞ്ഞാറ് വശമാണുള്ളത്, സംരക്ഷിത വനമേഖലയുടെ പടിഞ്ഞാറ് വശം. അപ്പോൾ ഈ അടയ്ക്കാക്കുണ്ട് ഈ ഒരു എസ്റ്റേറ്റ് മേഖലയ്ക്ക് അപ്പുറം കാടാണ്. ഒരുപക്ഷെ കാട്ടിനുള്ളിലേക്ക് കടന്നു ചെന്ന ഈ മിഷൻ എത്രമാത്രം നടത്താൻ കഴിയുമെന്നൊക്കെ ചോദ്യമൊക്കെ ഉയരുന്നെങ്കിൽ പോലും ജനവാസ മേഖലയിൽ കടുവയുണ്ടെങ്കിൽ അതിനെ പിടികൂടാൻ ആവശ്യമായ നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് സ്വീകരിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ വേണ്ടിയാണ് ഇപ്പോഴത്തെ ഈ നീക്കങ്ങളൊക്കെ. ഇന്ന് വൈകുന്നേരത്തോടെ ഈ മിഷന് തുടക്കമാകുമെന്ന് പറയുമ്പോൾ പ്രതിഷേധമുയർത്തിയ നാട്ടുകാരെ സംബന്ധിച്ച് അത് വലിയൊരു ആശ്വാസം നൽകുന്ന കാര്യമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രഞ്ജിത്ത്, ശരി. CB അനുമോദ് വിവരങ്ങൾ പങ്കുവച്ചു. മറ്റൊരു വാർത്ത, അത് നാട്ടുകാരുടെ പ്രതിഷേധത്തിൻ്റെ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി കാണാം. MLA ഒക്കെ ഇടപെട്ടാണ് അവരെ പിന്തിരിപ്പിച്ചത്.